Module number 3 area of cutout regular surface and part 2 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ഇറഗുലർ സർഫസ്? ഇറഗുലർ സർഫസ് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഇതൊരു ഫസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള റെക്റ്റാങ്കിൾ അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 1 ആയിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു സെമി സർക്കിളിനെ നമുക്ക് 2 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് 3 ആയിട്ട് എടുക്കാം. ശരിയല്ലേ? അപ്പോൾ ഏരിയ 3 എന്ന് പറയുന്നത് ഏരിയ 1ൽ നിന്ന് ഏരിയ 2 കുറച്ചാൽ പോരെ? ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ 1 എന്താണെന്ന് കണ്ടുപിടിക്കാം. 1 എന്ന് പറയുമ്പോൾ ഒരു റെക്റ്റാങ്കിളാണ്. 100 mm 50 mm ആയിട്ടുള്ള റെക്റ്റാങ്കിൾ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ പോരെ? 100 × 50 എത്ര വരുന്നു? 5000 mm². ഓക്കെ, ഇനി ഏരിയ 2. ഏരിയ 2 എന്ന് പറയുമ്പോൾ ഒരു സെമി സർക്കിളാണ്. ശരിയല്ലേ? ഒരു സെമി സർക്കിളാണ്. അതിൻ്റെ ഡയമീറ്റർ 20 ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ πr² / 2. π × r² വാല്യൂ എത്രയാണ്? r എന്ന് പറയുമ്പോൾ 10. 10² / 2. π × 100 / 2. ശരിയല്ലേ? പൈയുടെ വാല്യൂ 3.14 × 100/2. 314/2. ഓക്കെ, 314/2 എത്ര കിട്ടുന്നു? 314/2 157 വരും. അപ്പോൾ ഏരിയ 2 എന്ന് പറയുന്നത് 157 mm². നമുക്ക് വേണ്ടത് ഏരിയ 3 അല്ലേ? ഓക്കെ, ഏരിയ 3 ഈസ് ഈക്വൽ ടു 1 - 2. 1 എത്രയായിരുന്നു? 5000 - 157. ഓക്കെ, 5000 - 157 എന്ന് പറയുമ്പോൾ എത്ര വരുന്നു? 157 3 4 ഇനി എത്ര വരുന്നു? 4843. ഓപ്ഷൻ നമ്പർ ഡി. ശരിയല്ലേ? 4843 ഓപ്ഷൻ നമ്പർ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ഇറഗുലർ സർഫസ്? ഇറഗുലർ സർഫസ് എന്ന് പറയുമ്പോൾ ഇത് തന്നിട്ടുള്ള ഐ ഷേപ്പിൻ്റെതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിത് ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറി? ഒരു റെക്റ്റാങ്കിളായി മാറി അല്ലേ? അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് 1 ആയിട്ട് എടുക്കാം. അതിനകത്തുള്ള ഇതിനെ നമുക്ക് 2 ആയിട്ട് എടുക്കാം. രണ്ടും 2 ആണ്. ഇതിനെ 3 ആയിട്ട് എടുക്കാം. പറഞ്ഞ പോലെ തന്നെയാണ്, നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. ഏരിയ 3 എന്ന് പറയുമ്പോൾ ഏരിയ 1 എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ മൈനസ് ഏരിയ 2. ഏരിയ 2 എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും ഏരിയ 3. ഓക്കെ, ഏരിയ 1 എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിലുള്ള റെക്റ്റാങ്കിൾ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 50 × 25. 50 × 25. ഓക്കെ, 25 × 5 എത്രയാണ്? 125. പിന്നെ ഒരു 0 കൂടെ കൊടുത്ത് ഇത്രയും mm². ഓക്കെ, ദെൻ ഏരിയ 2. ഏരിയ 2 എന്ന് പറയുമ്പോൾ നോക്കിയേ, ഈ ഒരു റെക്റ്റാങ്കിൾ, അങ്ങനത്തെ 2 റെക്റ്റാങ്കിൾ ഉണ്ടല്ലേ? ഒരെണ്ണത്തിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 10 mm × 5 mm. 10 × 5 അങ്ങനത്തെ 2 എണ്ണം. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഇത് എത്രയാണ്? നമ്പേഴ്സാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു നമ്പേഴ്സ്, അങ്ങനത്തെ 2 എണ്ണം. 10 × 5 എത്രയാണ്? 50. 50 × 2 100 mm². 1 2. അപ്പോൾ ഏരിയ 3. ഏരിയ 3 എന്ന് പറയുമ്പോൾ ഏരിയ 1 എത്ര കിട്ടി? 1250 മൈനസ് ഏരിയ 2 100 എത്ര വരുന്നു? 1150 mm². 1150. ഓപ്ഷൻ നമ്പർ സി. ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് എ സെക്ടർ ഹൂസ് പെരിമീറ്റർ ഈസ് 64.8 ആൻഡ് റേഡിയസ് ഈസ് 12.4 cm? നമുക്ക് ജസ്റ്റ് ഒരു സെക്ടർ എന്താണെന്ന് നോക്കാം. ഒരു സെക്ടർ എന്ന് പറയുമ്പോൾ ഇത് നമുക്കൊരു സെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. ഇത്രയും പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു സെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു സെക്ടർ എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ ബൗണ്ട് ചെയ്ത് വരുന്നതായിരിക്കും? 2 റേഡിയസും ഒരു ആർക്ക്. ഈ ആർക്കിനെ നമുക്ക് ആർക്ക് ലെങ്തിനെ L എന്ന് പറഞ്ഞ് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെക്ടറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആർക്ക് ലെങ്തും അതുപോലെ തന്നെ ഈ 2 റേഡിയസും കൂടെ കൂട്ടുന്നതായിരിക്കും. മനസ്സിലായോ? സംശയമില്ലല്ലോ.
അതേസമയം ഈ സെക്ടറിന് ഒരു ആംഗിൾ തീറ്റയാണ് തന്നിരുന്നതെങ്കിൽ ഈ ആർക്കിൽ നിന്ന് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? അങ്ങനെയാണെങ്കിൽ ആർക്ക് ലെങ്ത് എൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൊത്തത്തിലുള്ളത് 360 ഡിഗ്രിയാണ് അല്ലേ? 360 ഡിഗ്രിയുടെ ഒരു പാർട്ടാണ് ഈ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട തീറ്റ അത് 30 ആവാം, 40 ആവാം, 50 ആവാം. അത് എത്രയാണ്? അതേ ഡിവൈഡഡ് ബൈ 360. ഓക്കെ, ഇൻറ്റു ഇതിൻ്റെ മൊത്തത്തിലുള്ള സർക്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 2πr. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ആർക്ക് ലെന്ത് കിട്ടും. ഓക്കെ, ഇനി ഒരു സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യുക? മൊത്തത്തിലുള്ള സർക്കിളിൻ്റെ ഏരിയ എന്താണ്? πr² അല്ലേ? πr² ഇൻറ്റു ഈ ഒരു പോർഷനിലെ മാത്രം ഏരിയയിലേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? θ/360. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആർക്ക് ലെങ്താണ് കണ്ടുപിടിക്കണമെങ്കിൽ മൊത്തത്തിലുള്ളത് 2πr ആണ്, ഇൻറ്റു ആവശ്യമുള്ളിടത്ത് θ/360. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ πr² ആണ്, ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം θ/360. ഈ തീറ്റ എന്ന് പറയുന്നത് 30 ആവാം, 40 ആവാം, 50 ആവാം, എത്ര വേണോ ആവാം. ഓക്കെ, കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ സെക്ടർ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആർക്ക് ലെന്താണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് എ സെക്ടർ എൽ കണ്ടുപിടിക്കണം. ഹൂസ് പെരിമീറ്റർ ഈസ് 64.8. സെക്ടറിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. സെക്ടറിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 64.8 സെൻറ്റിമീറ്റർ. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 12.4 സെൻറ്റിമീറ്റർ എന്നും പറയുന്നുണ്ട്. സെക്ടറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഈ ആർക്ക് ലെങ്തായുള്ള എല്ലും പിന്നെ ഈ രണ്ട് റേഡിയസും കൂടെ, ശരിയല്ലേ? ആ പെരിമീറ്റർ എന്ന് പറയുന്നത് 64.8 തന്നിട്ടുണ്ട്. എല്ല് കണ്ടുപിടിക്കണം. റേഡിയസ് അറിയാം, 12.4 എന്ന് പറയുന്നുണ്ട് അല്ലേ? 2 × 12.4 നോക്കിയേ. എൽ പ്ലസ് 2 × 12.4 എന്ന് പറയുമ്പോൾ 24.8. നമുക്ക് വേണ്ടത് ലെങ്ത് അല്ലേ, ആർക്ക് ലെങ്ത്. സോ 64.8 മൈനസ് 24.8 ഈസ് ഈക്വൽ ടു എൽ. ഈക്വൽ ടു ഇപ്പുറത്ത് നടക്കുന്ന 24 പ്ലസ് 24.8 ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി? മൈനസ് 24.8. അപ്പോൾ എത്ര വന്നു? 40. ലെങ്ത് ഈസ് ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ നമ്പർ എ ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് ദി സെക്ടർ? എല്ലാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ഈ ആർക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൂസ് റേഡിയസ് ഈസ് 15 സെൻറ്റിമീറ്റർ ആൻഡ് ഇൻറ്റൻറ്റ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. ഈ ആംഗിൾ 30 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. നമുക്ക് ലെങ്ത് ഓഫ് ദി ആർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അറിഞ്ഞൂടെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ആർക്ക് ലെങ്തായുള്ള എല്ല് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഉള്ളത് 2πr സർക്കിളിൻ്റെ പെരിമീറ്റർ ഇൻറ്റു ആവശ്യമുള്ള സെക്ടറിൽ വരുന്ന മാത്രമുള്ളത് θ/360. ഇത് തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് 2 × π × ആറിൻ്റെ വാല്യൂ എത്ര കൊടുക്കുക? 15 കൊടുക്കുക. തീറ്റയ്ക്ക് വരെ എത്ര കൊടുക്കുക? 30 കൊടുക്കുക. ഡിവൈഡഡ് ബൈ 360. ഈ 0 ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഈ 3യും ഈ 36ഉം കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 12 എന്ന് കിട്ടി. ഈ 2ഉം ഈ 12ഉം കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തത്? പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 × 15 ഡിവൈഡഡ് ബൈ 6. നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 ടൈംസ്, ഇത് 5 ടൈംസ്. ഓക്കെ, 3.14 × 5 എത്രയാണെന്ന് നോക്കാം. 314ഉം 5ഉം കൂടെ. ഓക്കെ, 0, 2, 7, 15, 1570, 15.70 അല്ലേ? 15.70 ഡിവൈഡഡ് ബൈ 2. നമുക്ക് ഈ പോയിൻ്റ് മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 15.270 പോയിൻ്റ് മാറ്റാൻ വേണ്ടി മുകളിൽ എത്ര ചെയ്യാം? ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ താഴെ എന്ത് ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 1570 ഡിവൈഡഡ് ബൈ 200 അല്ലേ? 200 157 പോവില്ല. 1570 200 എത്ര തവണ പോകും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, എത്ര തവണ പോകും? 7 ടൈംസ് പോകും അല്ലേ? 7 ടൈംസ് പോകുമ്പോൾ 1400. 0, 7, 1, 170. ഒരു പോയിൻ്റ് കൊടുത്തു, നമ്മൾ ഒരു 0 കൊടുത്തു. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര? 8 ടൈംസ് പോകും അല്ലേ?
8 times 1600 100. നമ്മളെ ചോയ്സ് നോക്കിയാൽ 7.8 ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ, ഓപ്ഷൻ നമ്പർ എ. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സെക്ടർ ഇഫ് ഡയമീറ്റർ ഈസ് 12 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ ഈസ് 60 ഡിഗ്രി. ഇപ്പോൾ സെക്ടർ ഇതാണ്, ആംഗിൾ 60 ഡിഗ്രിയാണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ. ഇഫ് ദി ഡയമീറ്റർ തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ, സ്വാഭാവികമായിട്ടും അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ അതിൻ്റെ റേഡിയസ്. ഓക്കെ. ആംഗിൾ 60 തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ബൈ 360, പൈ ഇൻറ്റു 12 സ്ക്വയർ ഇൻറ്റു 60 ബൈ 360. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നു? 60 ഉണ്ട്, 6 ടൈംസ് അല്ലേ. പൈ ഇൻറ്റു ഇത് 6 അല്ലേ, പൈ ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ 6 ടൈംസ് അല്ലേ. 6 ഇൻറ്റു 3.14 സംതിങ് എത്ര കിട്ടുന്നു? 18 പോയിൻറ്റ് സംതിങ് വരും അല്ലേ. അതായത് 314 ഇൻറ്റു 6 4 2 6 8 18.84, ഓപ്ഷൻ നമ്പർ ഡി. ഓക്കെ. ദെൻ വാട്ട് ഈസ് ദി ഫോർമുല ഫോർ ഏരിയ ഓഫ് ദി സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ? സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏരിയ ഓഫ് എ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 പോയിൻ്റ് ഈ സർഫസ് അല്ലോ അതിൻ്റെ സർക്കംഫറൻസിലുള്ള 2 പോയിൻറ്റുകൾ മേക്ക് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ കോഡെന്ന് പറഞ്ഞു. ഒരു കോഡും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആർക്ക് ലെന്തും കൂടെ ചേർന്ന് വരുന്ന പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയും പോർഷനാണ് അതിൻ്റെ സെഗ്മെൻറ്റ്. ഓക്കെ. ഫൈൻഡ് ദി ഫോർമുല ഫോർ ഏരിയ ഓഫ് എ സെഗ്മെൻറ്റ്. ഈ സെഗ്മെൻറ്റ് ഏരിയ കണ്ടുപിടിക്കുക. ഇത് മൊത്തത്തിൽ എന്താണ്? ഒരു സെക്ടർ അല്ലേ. ഓക്കെ. അപ്പോൾ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ഇത്രയും പോർഷനായ ട്രയാങ്കിൾ കുറയ്ക്കുമ്പോൾ ഇത് കിട്ടൂലേ? ഒന്നുകൂടെ പറയാം. ഇത് മൊത്തത്തിൽ ഇതൊരു സെക്ടറാണ്. അതിൽ നിന്ന് ഈ ട്രയാങ്കിൾ അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടൂലേ? ശരിയല്ലേ? ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ശരിയാണല്ലോ. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് സർക്കിൾ ഇഫ് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ഈസ് 44 സെൻറ്റിമീറ്റർ? സർക്കിളിൻ്റെ സർക്കംഫറൻസ് തന്നിട്ടുണ്ട്, അതായത് പെരിമീറ്റർ തന്നിട്ടുണ്ട് 44 സെൻറ്റിമീറ്റർ. ഏരിയ ഓഫ് ദി സർക്കിൾ കണ്ടുപിടിക്കുക. എന്താണ്? ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ എത്രയാണ്? ഇക്വേഷൻ എന്താണ്? പെരിമീറ്റർ ഓഫ് സർക്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 2πr ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം 2πr എന്ന് പറയുന്നതാണ് 44 എന്ന് തന്നിട്ടുള്ള അല്ലേ. ഈ പൈക്ക് 2 വാല്യൂ ഉണ്ട്. പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3.14 ഉണ്ട്, അതുപോലെ തന്നെ 22/7 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ 44 ഒക്കെ പറയുമ്പോൾ 22/7 എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ. അപ്പോൾ പൈക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കുക? 22/7 കൊടുക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ആണ്. റേഡിയസ് ഈസ് ഈക്വൽ ടു, ഈ റേഡിയസ് കണ്ടുപിടിച്ചതിന് ശേഷം ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ. ആ റേഡിയസിൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റേഡിയസ് ഈസ് ഈക്വൽ ടു 44 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈ. ഓക്കെ. 44 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈയുടെ വാല്യൂ എത്രയായിരുന്നു? 22/7 ആണല്ലേ. അത് തിരിച്ച് റെസിപ്രോക്കലായിട്ട് മുകളിൽ ചെല്ലുമ്പോൾ 7/22 ആവും. ഓക്കെ. 2ഉം 44ഉം കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ 22 കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ റേഡിയസ് എത്ര കിട്ടി? 7 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ പൈക്ക് 22/7 കൊടുത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയത്. നമ്മൾ 3.14 കൊടുത്തിരുന്നെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ 7 കിട്ടി. ഇനി ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 7. ഓക്കെ. ഇനി 22 ഇൻറ്റു 7 നമ്മൾ ചെയ്താൽ മതി. 22 ഇൻറ്റു 7 7 to 14 1 14 15 154, ഓപ്ഷൻ നമ്പർ സി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ ഈസ് കോൾഡ് ആസ് കോഡ്? ഒരു കോഡ് എന്ന് പറയുന്ന ലൈൻ ഏതാണ്? A to B അല്ലേ. നമുക്ക് ഒരു സർക്കംഫറൻസിലെ 2 ഇൻ്റർമീഡിയറ്റ് പോയിൻ്റ് ആണ് തമ്മിൽ വരയ്ക്കുന്ന ലൈൻ, ഒരു സ്ട്രൈറ്റ് ലൈനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോഡെന്ന് പറയുന്നത്. അപ്പോൾ AB, ഓപ്ഷൻ ബി ആണ്. ഇത് മുതൽ ഇതുവരെയുള്ള ഇത് ഏതാണ്? OD എന്ന് പറയുന്ന അതിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ. ദെൻ COF എന്ന് പറയുന്ന അതിൻ്റെ ഡയമീറ്ററാണ്. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ ഹൂസ് ഡയമീറ്റർ ഈസ് 50 സെൻറ്റിമീറ്റർ? സർക്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ഏരിയ കണ്ടുപിടിക്കുക. ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമുക്ക് ഏത് ഇക്വേഷൻ കൊടുക്കാം?
ഒന്നുകിൽ π/4d² ചെല്ലുക, അല്ലെങ്കിൽ πr² ചെയ്യുക. നമുക്ക് πr² കൊടുക്കാം. അതായത് 3.14 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 25². 25² എന്ന് പറയുമ്പോൾ എത്ര വരുന്നു? 3.14 ഇൻറ്റു 625 എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ 3.14 ഇൻറ്റു 625 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നു? എത്ര വരുന്നു? 1962.5 എന്ന് പറഞ്ഞു വരും. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി റീജിയൻ ഓഫ് എ സർക്കിൾ ബിറ്റ്വീൻ എനി 2 പോയിന്റ് ഓൺ ദി സർക്കംഫറൻസ്? വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി റീജിയൻ ആണ് ഓഫ് എ സർക്കിൾ ബിറ്റ്വീൻ any 2 point on the circumference? What is the name of the region of a circle in between any 2 point? ഒരു 2 പോയിന്റ് വരുന്ന ഒരു ലൈൻ ആയിരുന്നെങ്കിൽ കോഡായനെ. ആ ഒരു റീജിയൻ ചോദിക്കുമ്പോൾ ഇതാണ് മീൻ ചെയ്തത്. ഇതെന്താണ്? ഒരു സെഗ്മെൻ്റ് ആണ്. ശരിയല്ലേ? ഒരു സെഗ്മെൻ്റ് ആണ്. ഒരു സെക്ടർ ആയിരുന്നെങ്കിൽ എന്തായനെ? 2 റേഡിയസും ഒരു കർവും ആയിരുന്നേനെ. ഇതൊരു സെക്ടറാണ്, ഇത് 2 റേഡിയസാണ്. ഇപ്പോൾ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കംഫറൻസിൽ വരുന്ന 2 പോയിൻറ്റും അതുപോലെ തന്നെ ദി റീജിയൻ ഓഫ് എ സർക്കിൾ ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഓൺ ദി സർക്കംഫറൻസ്. 2 പോയിൻറ്റ്സ് ഓൺ ദി സർക്കംഫറൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ നമ്പർ ബി. വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഹൂസ് സർക്കംഫറൻസ് ഈസ് 440 സെൻറ്റിമീറ്റർ? സർക്കംഫറൻസ്, അതായത് സർക്കിളിൻ്റെ സർക്കംഫറൻസ് 2πr എന്ന് പറയുന്നത് 440 എന്നാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കുക അല്ലേ. പൈയുടെ വാല്യൂ നമുക്ക് എത്ര കൊടുക്കാം? റേഡിയസ് ഈസ് ഈക്വൽ ടു 440 ഡിവൈഡഡ് ബൈ 2π എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ 440 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 കൊടുക്കാം. ഇവിടെ 44 എന്ന് നമ്മൾ ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇതിനെ നമ്മൾ തിരിച്ച് റെസിപ്രോക്കലായിട്ട് മുകളിൽ ചെല്ലുമ്പോൾ 7/22 എന്ന് പറഞ്ഞു തരും. ഓക്കെ, 2ഉം ഇതും കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ 220. ഈ 22 ഇതും കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ 10 എന്ന് പറഞ്ഞു അല്ലേ. 10 ഇൻറ്റു 7 70 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഓപ്ഷൻ നമ്പർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ സർക്കുലർ സർഫസ് ഇഫ് റേഡിയസ് ഈസ് 14 സെൻറ്റിമീറ്റർ? റേഡിയസ് 14 സെൻറ്റിമീറ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏരിയ എന്തായിരുന്നു? πr² ചെയ്യുക. 22/7 ഇൻറ്റു r², 14 ഇൻറ്റു 14. ഇപ്പോൾ ഇവിടെ നമ്മൾ 22/7 തന്നെ പൈക്ക് കൊടുക്കുന്നതാണ് നല്ലത്. കാര്യം ഈ 7ഉം ഈ 14ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എത്ര വരുന്നു? 2 ടൈംസ് ദെൻ 2 ഇൻറ്റു 22 44, 44 ഇൻറ്റു 14, 44 ഇൻറ്റു 14, 16 1 16 17 4 4 6. അതുപോലെ തന്നെ 7ഉം 4ഉം കൂടെ 11 5 6 1 6 വരും അല്ലേ. 616 അറൗണ്ട് 615.44 അല്ലേ. 616. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഹൂസ് ഡയമീറ്റർ ഈസ് 7 സെൻറ്റിമീറ്റർ? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, അതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 7 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് വേണ്ടത് സർക്കംഫറൻസ് ആണ്. സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പെരിമീറ്റർ 2πr ആണ് അല്ലേ. 2πr. അപ്പോൾ നോക്കിയേ, 2 ഇൻറ്റു π ഇൻറ്റു ആറിൻ്റെ വാല്യൂ, ഡയമീറ്റർ 7 ആണ്. അപ്പോൾ ആർ എത്രയാവും? 3.5 ആവും. ശരിയല്ലേ? ഡയമീറ്റർ 7 ആണ്, സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ആണ്, ഡയമീറ്റർ 7 ആണ്. അപ്പോൾ അവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് 3.5 ആണ്. അപ്പോൾ 2 ഇൻറ്റു π ഇൻറ്റു 2 ഇൻറ്റു 3.14 ഇൻറ്റു 3.5 എത്ര കിട്ടുന്നു? 21.98 എന്ന് വരും. ആൻസർ 22. Okay, next question, what is the diameter of the circle if area of a circle is 78.5 centimeter? Sorry, and more of the question, what is the radius of the circle whose diameter is 44 centimeter? Diameter 44 centimeter ആണ്. അവിടുത്തെ റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും? 44 ഡിവൈഡ് ബൈ 2, അതായത് 22 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഇഫ് ഏരിയ ഓഫ് ദി സർക്കിൾ ഈസ് 78.5 സെൻറ്റിമീറ്റർ സ്ക്വയർ? ഏരിയ തന്നിട്ടുണ്ട്, അതായത് πr² തന്നിട്ടുണ്ട്, 78.5 ആണ്. ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? റേഡിയസ് കണ്ടുപിടിക്കുക. ആ റേഡിയസ് ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഡയമീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് r² ഈസ് ഈക്വൽ ടു 78.5 ഡിവൈഡഡ് ബൈ 3.14 ചെയ്യുക. എത്ര വരും നമുക്ക്? 25 എന്ന് പറഞ്ഞു വരും.
അപ്പോൾ R ഈസ് ഈക്വൽ ടു √25, അതായത് 5. അപ്പോൾ നമുക്ക് ഡയമീറ്റർ എത്രയായിരിക്കും? ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2R ആണ്, അതായത് 5 × 2 എത്ര കിട്ടും? 10 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ ഇഫ് റേഡിയസ് ഈസ് 10 സെൻറ്റിമീറ്റർ? റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? πr² ആണ്. അപ്പോൾ പൈ 3.14 × r², 10² എത്ര വരുന്നു? 3.14 × 100 എന്ന് വരും അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 314 cm². ഓപ്ഷൻ നമ്പർ എ. വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സെമി സർക്കിൾ ഇഫ് ദി സർക്കംഫറൻസ് ഓഫ് ദി സെമി സർക്കിൾ ഈസ് 28.26 സെൻറ്റിമീറ്റർ? അതെങ്ങനെയാണ്? നമ്മുടെ സെമി സർക്കിളാണ്. ഓക്കെ, സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇ ആറും പിന്നെ ഈ സർഫസും കൂടെയാണ് കൂട്ടേണ്ടത് അല്ലേ? ഇതെന്ന് പറയുന്ന ഒരു സർക്കിളിൻ്റെ പകുതിയാണ്. സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr പകുതിയും ഈ 2r കൂടെ കൂട്ടുക 2r അല്ലേ? അപ്പോൾ ഇതെന്തായി? πr + 2r ആയി. ഇതിനകത്ത് കോമൺ ആയിട്ട് r പുറത്തെടുക്കാം. r ഈസ് ഈക്വൽ ടു π + 2. ഇതാണ് സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ. ഓക്കെ, സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ ഇതാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ ഇതാണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഈ പെരിമീറ്റർ എന്ന് പറയുന്നത് 28.26 തന്നിട്ടുണ്ട്. ഇത് r × π + 2, അതായത് 3.14 + 2 അല്ലേ? അപ്പോൾ 28.26 എന്ന് പറയുന്നത് r × 5.14. r ഈസ് ഈക്വൽ ടു 28.26 ഡിവൈഡഡ് ബൈ 5.14. നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടുന്നു? 5.49 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ എ 5.49. 28.26 ഡിവൈഡഡ് ബൈ 5.14. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി സെമി സർക്കിൾ? ഡയമീറ്റർ കണ്ടുപിടിക്കണം. സർക്കംഫറൻസ് ഓഫ് ദി സെമി സർക്കിൾ, പെരിമീറ്റർ ഓഫ് എ സെമി സർക്കിൾ 21.98 എന്ന് തന്നിട്ടുണ്ട്. സെമി സർക്കിളിൻ്റെ സർക്കംഫറൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്താണ്. എന്തായിരിക്കും? 2πr ഡിവൈഡഡ് ബൈ 2 + 2r ആയിരുന്നു. 2 × 2 ക്യാൻസൽ ചെയ്തു, അതായത് πr + 2r വരുന്നു. ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ r പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 + π ആണ്. ശരിയല്ലേ? ഇതല്ലേ പെരിമീറ്റർ? ഇതാണ് നമ്മൾ നോക്കിയത്. അതിൽ 21.98 ഈസ് ഈക്വൽ ടു r × 2 + π എന്ന് പറയുമ്പോൾ 5.14 അല്ലേ? അപ്പോൾ r ഈസ് ഈക്വൽ ടു 21.98 ഡിവൈഡഡ് ബൈ 5.14 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 21.98 ഡിവൈഡഡ് ബൈ 5.14 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 4.27 എന്ന് കിട്ടുന്നു. 4.27 × 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടുത്തെ ഡയമീറ്റർ കിട്ടും, അതായത് 8.55 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സെമി സർക്കിൾ ഇഫ് ഡയമീറ്റർ ഈസ് 14? ഡയമീറ്റർ 14 ആണ്, അപ്പോൾ റേഡിയസ് 7 ആയിരിക്കും അല്ലേ? ഏരിയ ഓഫ് ദി സെമി സർക്കിൾ, ഏരിയ ഓഫ് സെമി സർക്കിൾ, സർക്കിളിൻ്റെ ഏരിയ എന്താണ്? πr². സെമി സർക്കിൾ അപ്പോൾ എത്രയായിരിക്കും? അതിൻ്റെ പകുതി ആയിരിക്കും. ശരിയല്ലേ? സർക്കിളിൻ്റെ ഏരിയയുടെ പകുതി ആയിരിക്കും. അപ്പോൾ നോക്കാം, പൈക്ക് വരെ നമുക്ക് 22/7 കൊടുക്കാം. ആറിന് പകരം 7 കൊടുക്കാം അല്ലേ? 7 × 7 ഡിവൈഡഡ് ബൈ 2. ഈ 7 ക്യാൻസൽ ആയിപ്പോയി. ഈ 2ഉം ഈ 22 കൂടെ ക്യാൻസലായി 11 എന്ന് കിട്ടും. 11 × 7 77 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 76.93. ഓപ്ഷൻ നമ്പർ ബി, അറൗണ്ട് 77. ഓക്കെ.